الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الإخوان والأخوات فاتقوا الله يا عباد الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. إن عدة الشهور عند الله 12 شهرا عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 ഹുറും. സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിയുന്നത്ര സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്ന നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങൾക്കും ചില ദിവസങ്ങൾക്കും
ചില സമയങ്ങൾക്കും വളരെയധികം പ്രത്യേകത നൽകിയിട്ടുണ്ട്. അവയെല്ലാം മനസ്സിലാക്കി അവയുടെ ഫളായിലുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതേസമയം ഇസ്ലാമിക സമൂഹത്തിന്റെ ഇടയിൽ ചില മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ഒക്കെ പേരിൽ കുറേയേറെ അനാചാരങ്ങളും അനിസ്ലാമിക പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട്. ഇന്നത്തെ ഖുതുബയിൽ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും ഇപ്പോൾ നിലവിലുള്ളത് റജബ് മാസത്തിന്റെ തുടക്കത്തിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചില മാസങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകത നൽകിയിട്ടുണ്ട്. ആ പ്രത്യേകത നൽകപ്പെട്ട ഒരു മാസമാണ് ഷഹ്റു റജബ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെയും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ വിശദീകരണമായും അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂറത്തു തൗബയുടെ 36-ാമത്തെ വചനമാണ് ഞാൻ ഓതി വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ അന്ന് തന്നെ അല്ലാഹു മാസങ്ങൾ നിശ്ചയിക്കുകയും അതിൽ ചിലതിന്റെ പവിത്രത നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ 4 ഖുറും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ 12 മാസങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ 12 മാസങ്ങളിൽ 4 മാസങ്ങൾക്ക് പ്രത്യേകതയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്. ഏതാണ് ആ 4 മാസങ്ങൾ? 3 മാസങ്ങൾ തുടർന്നു വരുന്ന മാസങ്ങളാണ്. ഒന്ന് ദുൽഖഅദാണ്, ഒന്ന് ദുൽഹിജ്ജയാണ്, 3-ാമത് മുഹറം മാസമാണ്, 4-ാമത് റജബ് മാസമാണ്. ഈ വിഷയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് നമ്മൾ കേട്ടതാണ്. പക്ഷെ ഒന്നുകൂടെ വിശദീകരിക്കപ്പെടുന്നത് നാം വ്യക്തമായി വിഷയത്തെ കുറിച്ച് അറിയണം. അൻ നബി ബക്കർ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 3197-ാമത്തെ ഹദീസ്. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല الزمان قد استدار كاحيته يوم خلق الله السماوات والأرض السنة 12 شهرا منها 4 هرم 3 متواليات ذو القعدة وذو الحجة والمحرم ورجب مضر الذي بين جماد وشعبان. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നത്തെ അതേ അവസ്ഥയിൽ
അതേ അവസ്ഥയിൽ തന്നെ കാലം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. 12 വർഷം 12 മാസങ്ങളാകുന്നു. അവയിൽ 4 പവിത്രമാകുന്നു, 3 തുടരെ ഉള്ളതാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം എന്നിവയാണത്. പിന്നെ ജുമാദ്, ഷഅബാൻ എന്നിവയ്ക്കിടയിലുള്ള മുദർ ഗോത്രത്തിന്റെ റജബും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, റജബ് മാസം അല്ലാഹു പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒന്നാണ്. ഈ മാസത്തിന്റെ പ്രത്യേകത, ഈ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് അല്ലാഹു നിരോധിച്ചു എന്നതാണ്. ഈ 4 മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ പാടില്ല. ദുൽഹിജ്ജയ്ക്ക് അതിൻ്റെതായ പവിത്രതയുണ്ട്. അത് ഹജ്ജിന്റെ മാസമാണ്. അതിൽ പവിത്രമായ ദിവസങ്ങളുണ്ട്, അറഫയുടെ ദിവസങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. എന്നാൽ ഈ മാസവുമായി ബന്ധപ്പെട്ട് ധാരാളം അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഈ മാസത്തിൽ ചില ആളുകൾ പറയുന്നുണ്ട്, ഈ മാസം ആദ്യം അറിയിച്ചവന് പുണ്യമുണ്ട്, നരകം നിഷിദ്ധമാണ്, ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്, പ്രത്യേകമായ നോമ്പുണ്ട്. അങ്ങനെ ധാരാളം കഥകളാണ് ഈ വിഷയത്തിൽ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല, ഈ മാസം ആദ്യമായി അറിയിച്ചു കൊടുക്കുന്നതാരോ അവർക്ക് നരകമോചനമുണ്ട്. മാത്രമല്ല ഓരോ ദിവസത്തിനും പ്രത്യേകതയുണ്ട്, അതേപോലെ തന്നെ പ്രത്യേകമായ നോമ്പുകളുണ്ട് എന്നെല്ലാം ഈ മാസവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ധാരാളമായി പ്രചരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, എങ്കിൽ അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഈ അന്ധവിശ്വാസങ്ങൾ പ്രചരിക്കുന്നതിന് കാലങ്ങൾ പഴക്കമുണ്ട്. എന്നാൽ മുൻഗാമികളായ ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അവർ വിശദീകരിച്ചിട്ടുണ്ട്. അവയിൽ പ്രധാനമാണ് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹയുടെ തബീനുൽ അജബ് ഫീ ഫളി ശഹ്ർ റജബ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. റജബിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആശങ്കകൾ വ്യക്തമാക്കൽ എന്ന ഗ്രന്ഥത്തിന്റെ പേര്. റജബ് മാസവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആ ആശങ്കകൾ വ്യക്തമാക്കൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് രചിച്ചിട്ടുണ്ട്. എന്തേ അങ്ങനെ ഒരു ഗ്രന്ഥം വരാൻ കാരണം? ഈ മാസത്തിലെ ചില അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കടന്നു വന്നത് കൊണ്ടാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളിൻ. ലം യരിദ് ഫീ ഫളി ശഹ്രി റജബ് വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യിൻ വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീ ഹദീസുൻ സഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. തബീനുൽ അജബ് ഫീ ഫളി ശഹ്രി റജബ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം കൊടുത്തത് റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതയുടെ വിഷയത്തിലോ അതിന്റെ നോമ്പിന്റെ വിഷയത്തിലോ പ്രത്യേക ദിവസത്തിലെ നോമ്പിന്റെ വിഷയത്തിലോ പ്രത്യേക രാവിൽ നമസ്കരിക്കുന്ന വിഷയത്തിലോ തെളിവിന് കൊള്ളുന്ന ഒരൊറ്റ ഹദീസും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പോലുള്ള പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നു, ഒരൊറ്റ ഹദീസ് പോലും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന ഏതു കാര്യം ചെയ്യാം. തിങ്കളാഴ്ച നോമ്പെടുക്കുന്നവരാണോ റജബ് മാസം നോമ്പെടുക്കാം. വ്യാഴാഴ്ച നോമ്പെടുക്കുന്നവരാണോ വ്യാഴാഴ്ച ദിവസം നോമ്പെടുക്കുന്നവർക്ക് റജബിൽ നോമ്പെടുക്കാം. അതുപോലെ സുന്നത്തായ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവരാണോ അത് റജബ് മാസത്തിൽ തുടർന്നു കൊണ്ടുപോകാം. ദുഹാ നമസ്കരിക്കുന്നവരാണോ
അത് റജബ് മാസത്തിൽ തുടർന്ന് കൊണ്ടുപോകാം. അതല്ലാതെ പ്രത്യേകമായൊരു നോമ്പ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. അയ്യാമുൽ ബീദിന്റെ നോമ്പെടുക്കുന്നവരാണോ എല്ലാ മാസത്തിലും 13, 14, 15 എന്നീ ദിവസങ്ങളിലെ നോമ്പിനാണ് അയ്യാമുൽ ബീദിന്റെ നോമ്പ് എന്ന് പറയുന്നത്. അങ്ങനെ തുടർച്ചയായി എല്ലാ മാസത്തിലും നോമ്പെടുക്കുന്നവരാണോ എങ്കിൽ റജബ് മാസത്തിലും നോമ്പെടുക്കാവുന്നതാണ്. അതല്ലാത്ത ഒരു നോമ്പ് റജബ് മാസത്തിൽ പ്രത്യേകമായി പഠിപ്പിച്ചിട്ടില്ല. രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണോ എങ്കിൽ റജബ് മാസത്തിലും നിസ്കരിക്കാവുന്നതാണ്. അതല്ലാതെ റജബ് മാസത്തിലെ പ്രത്യേകമായ ഒരു നിസ്കാരം എന്ന നിലക്ക് രാത്രി നമസ്കാരം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. ഇനി ആ വിഷയത്തിൽ എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന നല്ല കാര്യങ്ങളല്ലേ, എല്ലാ നല്ല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. പക്ഷെ അതിനെന്ത് വേണം? അള്ളാഹിന്റെ അനുവാദം, റസൂലുള്ളാഹിന്റെ അനുവാദം മാത്രമേ കൊണ്ടുള്ളൂ. അതുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലേ അവസാനത്തെ ഹജ്ജ് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ആ ദിവസത്തിൽ അല്ലാഹു ദീനിനെ പൂർത്തീകരിച്ച ദിവസമാണ്, തൃപ്തിപ്പെട്ടു കൊടുത്ത ദിവസമാണ്. മനസ്സിലായില്ലേ? ഇനി അതിലേക്കൊന്ന് കൂട്ടാനോ ഉള്ളതിനെ ഇല്ലാതാക്കാനോ ആർക്കും അവകാശമില്ല. ഹബീബായ റസൂലിലൂടെ, ഖുർആനിലൂടെ അത് പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി എന്താണോ ഖുർആനും സുന്നത്തും പറയുന്നത് അതനുസരിച്ച് ജീവിക്കുക എന്നതാണ് ഒരു മുസൽമാന്റെ ബാധ്യത. അതാണ് അവന്റെ അഖീദ, അതാണ് അവന്റെ വിശ്വാസം. ആ വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകണം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഇമാം മുസ്ലിം 1718 ഹദീസായിട്ട് രേഖപ്പെടുത്തുന്നു. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം നമ്മുടെ മതത്തിൽ വല്ലവനും പുതുതാക്കി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കൃത്യമാണ്. ഇതിനർത്ഥം റജബ് മാസത്തിന്റെ പവിത്രത തള്ളിക്കളയുന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല റജബ് മാസത്തിന്റെ പവിത്രത നൽകിയിട്ടുണ്ട്. ആ പവിത്രതയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ, ആ പവിത്രതയെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ ഹബീബായ റസൂല് പഠിപ്പിച്ച രൂപത്തിൽ ആ കർമ്മങ്ങളിലൂടെ റബ്ബിലേക്ക് അടുക്കുകയാണ് വേണ്ടത്. മാത്രമല്ല, സാധാരണ മാസങ്ങൾ ചെയ്യുന്ന അമലുകളുണ്ടല്ലോ, ആ അമലുകളിനേക്കാൾ പ്രത്യേകമായി കൂടുതലായി പ്രതിഫലം ലഭ്യമാണ്. അത് പറഞ്ഞിട്ടുണ്ട്. മറ്റു മാസങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, നിസ്കാരവും നോമ്പും അതുപോലെ സുന്നത്തായ കാര്യങ്ങളൊക്കെ ഈ പവിത്രമായ മാസങ്ങളിൽ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായ കൂലിയുണ്ട്. ആ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞ അമലുകളൊക്കെ ചെയ്യാൻ, അല്ലാത്തത് ഒഴിവാക്കണം. ഇനി ഇതിലൊരു വേറൊന്നുണ്ട്. ഇതിലാണ് മിഅ്റാജിന്റെ നോമ്പ് വരുന്നത്, റജബ് 27. ആ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കിയാൽ മതി. റജബ് 27 നോമ്പ് റജബ് മാസവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ വളരെയധികം തഖ്വയോടുകൂടെ നടക്കുന്ന ഒന്നാണ്. നമ്മളത് സമൂഹത്തിനോട് പറയുന്നത് അത് അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട്. ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതിനെ പണ്ഡിതന്മാർ തടഞ്ഞു വെക്കുകയില്ലല്ലോ, ഉണ്ടെങ്കിൽ അത് പറയാതിരിക്കുകയില്ലല്ലോ. അത് ആദ്യം പറയുന്നത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ. ഇസ്രാ മിഅ്റാജ് യാത്ര നടത്തിയത് ഹബീബായ റസൂലല്ലേ. ഇസ്രാ മിഅ്റാജ് നടത്തി 10-ലധികം വർഷം ഈ ഭൂമിയിൽ ജീവിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിന്റെ യാത്രയുമായി ബന്ധപ്പെട്ടൊരു നോമ്പ് എടുത്തിട്ടില്ല. ജീവിച്ചിരിക്കെ അന്വേഷിക്കണം നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവൃത്തി, വാക്ക്, മൗനാനുവാദം നമുക്ക് ദീനിന് തെളിവാണ്. അല്ലാഹുവിന്റെ റസൂൽ അത് പ്രാവർത്തികമാക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നിട്ടില്ല.
അല്ലാഹുവിന്റെ റസൂൽ മൗനാനുവാദം തന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് റജബ് 27-ന് ഇസ്രാ മിഅ്റാജിന്റെ നോമ്പെന്ന പേരിൽ നാം എടുക്കുന്നത്? ഇസ്രാ മിഅ്റാജിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് അത് റജബ് മാസത്തിലെ 27-നാണ് എന്ന് പറയുന്ന ചില ചരിത്ര പരാമർശങ്ങൾ മാത്രമാണ് അതിനുള്ളത്. വളരെ കൃത്യമായ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഷാഫിഈ മദ്ഹബിലെ മറ്റൊരു പണ്ഡിതനായ ഇമാം ഇബ്നുൽ അത്താർ അശ്ശാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നു, എടുത്തു പറയുന്നുണ്ട്, റജബുൻ ലൈസ ഫീഹി ശൈഉൻ മിൻ ദാലിക ഐ അൽ ഫളാഇൽ സിവാ മാ യുശ്രികു ഗൈറഹു മിനൽ ശുഹൂരി വകൗലുഹു മിനൽ ഹറമി وقد ذكر بعضهم أن المعراج والإسراء كان فيه ولم يثبت ذلك. إذا باب حكم الصوم رجب وشعبان എന്ന ബാബിൽ അദ്ദേഹം വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി, റജബ് മാസത്തിന്റെ അതൊരു യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസം എന്ന നിലക്ക് മറ്റു യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളെ പോലെ തന്നെയുള്ള ഫള് അല്ലാതെ പ്രത്യേകമായ യാതൊരു ശ്രേഷ്ഠതയുമില്ല. ഇസ്രാഉം മിഅ്റാജും ഉണ്ടായത് റജബ് മാസത്തിലാണ് സംഭവിച്ചത് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. തള്ളാൻ പറ്റുമോ? ആർക്കെങ്കിലും തള്ളാൻ പറ്റുമോ? വലം യസ്ബുത് ദാലിക എന്ന് പറഞ്ഞത് ചില അഭിപ്രായങ്ങളെ കൊണ്ട് പക്ഷേ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത്. ആര് പറഞ്ഞു? മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ആ മദ്ഹബിലെ തന്നെ പ്രഗൽഭനായ ഒരു പണ്ഡിതൻ. അത്തരത്തിലുള്ള പണ്ഡിതന്മാർക്ക് അത് അറിയുമായിരുന്നെങ്കിൽ അവർ സ്ഥിരപ്പെടുത്തുമായിരുന്നു. ആ ഈ ബാബ് തന്നെ എന്താണ്? ഹുക്കുമു സൗമു റജബു വശഅബാന, റജബിന്റെയും ശഅബാന്റെയും സൗമിന്റെ ഹുക്കുമെന്ന അതിലാ കൃത്യമായിട്ട് പറഞ്ഞത്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. ആ ഈ ശഅബാൻ റജബ് മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതല്ലാത്ത ഒരു നോമ്പും, പ്രവാചകൻ പഠിപ്പിച്ചതല്ലാത്ത ഒരു നോമ്പും സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ ഒരു ഹദീസ് അവർ പറയാറുണ്ട്. റജബ് മാസത്തിലെ നോമ്പുമായി ബന്ധപ്പെട്ട് ധാരാളമായി പ്രചരിപ്പിക്കപ്പെട്ട ഒരു വിഷയം. ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിൽ തീരെ പഠിക്കാൻ വേണ്ടിയിട്ട്. പഠിച്ചാലേ നമ്മുടെ സംശയങ്ങൾ തീരുള്ളൂ, നമ്മുടെ ശക്കുകൾ തീരണം. അതാണോ ശരി, ഇതാണോ ശരി, അത് ഖുർആനും സുന്നത്തും വെച്ചുകൊണ്ട് തിരിയണം നമുക്ക്. അതിനാണ് ഇങ്ങനെ പറയുന്നത്. ഇത് പണ്ഡിതന്മാർ മുൻകൂട്ടി കണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ ആ വാക്കുകൾ വെച്ചുകൊണ്ട്, ഖുർആനിന്റെ വചനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്നും ഗ്രന്ഥങ്ങളിലുണ്ട്. ശഅബാന്റെ നോമ്പുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ഹദീസുണ്ട്. ഏതാ ഹദീസ്? അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ സാമ യൗമ السابع والعشرين من رجب كتب له ثواب صيام 60 شهرا. ആരെങ്കിലും റജബ് 27-ന് നോമ്പനുഷ്ഠിച്ചാൽ 60 മാസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലം അവന് രേഖപ്പെടുത്തി. ഹദീസുണ്ട്. ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ഈ ഹദീസ് നമുക്ക് സ്വീകാര്യമാണോ അല്ലേ? ഹദീസുമായി ബന്ധപ്പെട്ട് അങ്ങനെയും ചില വിഷയങ്ങൾ പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ഒരു ഹദീസ് സ്വീകരിക്കുക? അതിന്റെ മാനദണ്ഡം എന്താണ്? അതാണ് ഉസൂലുൽ ഹദീസ് എന്ന് പറയുന്നത്. അറബി അക്ഷരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അറബി പദങ്ങൾ കൊണ്ട് എഴുതിയിട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഹദീസാണെന്ന് മുസ്ലിം ലോകം പഠിപ്പിച്ചിട്ടില്ല.
ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അതിന്റെ മാനദണ്ഡങ്ങളെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഗവേഷണം നടത്തി മുഹദ്ദിസുകൾ രേഖപ്പെടുത്തി. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വിഷയത്തിൽ ഈ ഹദീസ് മൗദൂആയ ഹദീസ് അഥവാ കെട്ടിച്ചമക്കപ്പെട്ട ഹദീസ് എന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞത് എന്നാണ്. ഇനി ഈ സംഭവം നടന്നത് നേരത്തെ പറഞ്ഞതുപോലെ റജബ് 27 ആണെങ്കിൽ തന്നെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കണ്ടേ? 13 വർഷം ജീവിച്ചിട്ടുണ്ട് റസൂല്. ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞതിന് ശേഷം 13 വർഷം. എന്നിട്ട് റസൂൽ നോമ്പെടുത്തിട്ടില്ല. റസൂലുള്ളാഹിന്റെ സഹാബത്തിന് നോമ്പിനെ കുറിച്ച് അറിയില്ല. റസൂലുള്ളാഹിന്റെ ശേഷമുള്ള സഹാബത്തിന് അതിനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് കെട്ടിച്ചമച്ചൊരു ഹദീസാണ്, മൗദൂആയ ഹദീസാണ്, സ്വീകാര്യമല്ലാത്തൊരു ഹദീസാണ് എന്നുകൂടെ ആ വിഷയത്തിൽ പറയുന്നത്. പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞ പണ്ഡിതന്മാർ വരെ ആ ഹദീസ് സ്വഹീഹല്ല, അതിന്റെ പരമ്പരയിലുള്ള റാവി അത് ഹദീസ് സ്വീകരിക്കാൻ പറ്റാത്ത റാവിയാണ് എന്നുവരെ ആ ഹദീസുമായി ബന്ധപ്പെട്ട് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഇരിക്കട്ടെ, ആ ഒരു ഹദീസാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതല്ലാതെ റജബ് മാസവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകമായ ഒരു ഫളാഇലുകളും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല, നോമ്പ് പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ പ്രത്യേകമായ അമലുകൾ ഇന്ന രൂപത്തിലൊക്കെ ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. ഇനിയും ചില അമലുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു 12 റക്അത്ത് നിസ്കാരത്തിന്റെ ഇൻഷാ അല്ലാഹ് കഥ പറയാനുണ്ട്, ഒരു 100 റക്അത്തിന്റെ കഥ പറയാനുണ്ട്. അതേപോലെ മറ്റൊരു നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരു നമസ്കാരമുണ്ട്. അത് ഈ മാസത്തിലാണ് നടത്തേണ്ടത് എന്ന് പറയുന്ന ചില വിഷയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിക്കാം. നമ്മളത് പഠിക്കണം, മനസ്സിലാക്കണം. അത് പഠിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.